ഇന്നെനിക്കൊരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നേർക്കുട്ടി എണീക്കണ മുമ്പ് എനിക്ക് ചെയ്ത് തീർക്കണം. നേർക്കുട്ടി എണീറ്റാൽ പിന്നെ സമ്മതിക്കില്ല ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യാൻ പോണത്, പോൺസിൻ്റെ. അമ്മയൊക്കെ നേരത്തെ പോയി. അപ്പം ഞാനും നേർക്കുട്ടിയും വന്നേക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പെട്ടെന്ന് റെഡിയാവുകയാണ്. നമുക്ക് മോയ്സ്ചറൈസർ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകാതിരിക്കാനാണ് മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യണത്. അടുത്തത് നമുക്ക് സൺബ്ലോക്ക് അപ്ലൈ ചെയ്യാം. ന്യൂട്രജീനയുടെ സൺബ്ലോക്കാണ് ഞാൻ അപ്ലൈ ചെയ്യണത്. ഉച്ചയ്ക്കോ വെയിലുള്ളപ്പോൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ സൺബ്ലോക്ക് അപ്ലൈ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം നമ്മുടെ ഫേസിൽ ടാൻ വരത്തില്ല. ശേഷം നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. ലാക്മേയുടെ പ്രൈമറാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. പ്രൈമർ അപ്ലൈ ചെയ്യണം നമ്മുടെ ഫൗണ്ടേഷൻ ലോങ് ലാസ്റ്റ് ചെയ്യാനാണ്. പെട്ടെന്നൊന്നും നമ്മുടെ ഫേസിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു സ്പോഞ്ച് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഓർക്കും ഇതൊക്കെ വലിയ പണിയാണെന്ന്, പക്ഷേ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു സ്പോഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. വിരലെന്താ ഒരെണ്ണം വളഞ്ഞിരിക്കണേന്നൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും എല്ലാവരും. അത് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ വളഞ്ഞു പോണതാണ്. അതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട. യൂസ് ചെയ്ത ഫൗണ്ടേഷൻ്റെ പേര് ഫിറ്റ് എന്നാണ്. ഫിറ്റിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തത്. നല്ലൊരു ഫൗണ്ടേഷൻ തന്നെയാണ്. എൻ്റെ സ്കിൻ ടോണിന് പറ്റിയ ഫൗണ്ടേഷൻ തന്നെയാണ്. മേക്കപ്പ് ചെയ്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. നമുക്കിനി കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാം. ലാക്മേയുടെ കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യണത്. ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം നമ്മൾ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വിയർക്കുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ഐബ്രോ പെൻസിലാണ്. ഇതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ ഐബ്രോ പെൻസിൽ മേടിക്കുമ്പോൾ ബ്രൗൺ ഷെയ്ഡ് മേടിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ അതിൽ ബാക്കിലുള്ള ബ്രഷ് കൊണ്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ബ്രൗസിൽ ഗ്യാപ്പുള്ള ഏരിയയിലെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് കാജലിൻ്റെ ഐ പെൻസിൽ കൊണ്ട് നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. താഴെ മാത്രമേ എഴുതുന്നുള്ളൂ, മേളിൽ എഴുതുന്നില്ല. ഇതൊരു സിമ്പിൾ മേക്കപ്പ് ആയതുകൊണ്ട് ഞാൻ താഴെ മാത്രമേ എഴുതുന്നുള്ളൂ. ശേഷം നമുക്ക് ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. ഞാനൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. ബ്രഷിൻ്റെ മസ്കാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് 200 താഴെയേ ഉള്ളൂ. നല്ല അടിപൊളി മസ്കാരയാണ്. ലിപ്സ്റ്റിക്ക് ഇടുന്ന മുമ്പ് ലിപ് ബാം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയി പോവും. ഹിമാലയയുടെ ലിപ് ബാമാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കണത്. ലിപ് ലൈനർ കൊണ്ട് ലിപ്പിൻ്റെ ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ലിപ് ലൈനർ വരച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ ലിപ്പ്. ഞാൻ ഇടാൻ ഉദ്ദേശിച്ച ലിപ്സ്റ്റിക്ക് ഇതല്ല. ഞാൻ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ബ്രൗൺ ഷെയ്ഡ് ഇടാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് മാറിപ്പോയി. അപ്പോൾ ഞാൻ വേറെ ഇടാൻ ഉദ്ദേശിച്ച ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ്. നമ്മുടെ വൈറലായ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഡാസ്ലറിൻ്റെ ഈ ലിപ്സ്റ്റിക്ക് എല്ലാ സ്കിൻ ടോണുകാർക്കും നല്ലപോലെ ചേരുന്ന ഷെയ്ഡാണ്. ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സിൻ്റെ നെയിം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ. ഞാൻ കമൻറ്റിലൂടെ പറയാം കേട്ടോ. എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സിൻ്റെ നെയിമൊക്കെ ഞാൻ പറയാം കേട്ടോ. ബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ബ്രോസ് ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യണത് നമ്മുടെ ഐഷാഡോ പാലറ്റിൽ വൈറ്റ് ഷെയ്ഡ് ഉണ്ടാകും, അതുകൊണ്ടാണ്. ബ്രോസ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ കുറച്ചും കൂടെ എങ്ങാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോസ് നല്ല എടുത്ത് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഐബ്രോ പെൻസിൽ കൊണ്ട് തന്നെ ഒന്ന് ഷേപ്പിലൊന്ന് വരച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ റെഡിയായി കഴിഞ്ഞ് ഞാൻ ഒരു പൊട്ടും കുത്തി കമ്മലും ഇട്ട് മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി
ഞാൻ റെഡി ആയി കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് നയറക്കുട്ടനും എണീറ്റു. ഞങ്ങളിനി പോയിട്ട് വരാം കേട്ടോ.